ഒരു സമയത്ത് കുന്നംകുളത്തിന്റെ ദാഹജലമകറ്റുന്നതിൽ പ്രധാന പങ്കാളിയായിരുന്നു ഈ സ്ഥലം. മധുരക്കുളം എന്നാണ് ഇതിന് പേര്. ഇന്ന് അത് പേരിൽ മാത്രം ഒതുങ്ങി. ഒരുപാട് പ്രശസ്തരും പ്രഗത്ഭരും ഭരിച്ചു കഴിഞ്ഞപ്പോൾ ഈ കുളം തൂർന്നു എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഭരിക്കുന്നതാണെങ്കിൽ ഒരു വീട്ടമ്മയായ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ. എന്നിട്ടും നമ്മുടെ ആ പഴയ ജലസമൃദ്ധിയാർന്ന തട്ടകത്തിന്റെ ചുവന്ന നാട കെട്ടഴിയുന്നില്ല. ഇതിനിടയ്ക്ക് പല സ്ഥലത്തും മഴക്കുഴികൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. വാട്ടർ അതോറിറ്റി വകയും ഒരു മഴക്കുഴി പ്രത്യക്ഷപ്പെട്ടു. വിവിധ രാഷ്ട്രീയ കക്ഷികളെ അനുകരിച്ചാണോ വാട്ടർ അതോറിറ്റി മഴക്കുഴി നിർമ്മിച്ചതെന്നും സംശയമുണ്ട്. ഇതിലും അപ്പുറമാണ് ജനകീയ സഭകളിലെ പൊതുകിണർ സംരക്ഷണം. കണ്ടുനോക്കൂ ഈ കാഴ്ചകൾ. മലിനജലം ഒഴുകിയെത്തി വൃത്തികേടായി കിടക്കുന്ന പുല്ല് പിടിച്ച് ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിട്ടാണ് മധുരക്കുളം ഇപ്പോൾ കാണുന്നത്. 15 വർഷത്തോളമായി ഞാനിവിടെ മധുരക്കുളത്തിൻ്റെ അടുത്ത് വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിലെ വെള്ളം ഒരു വ്യക്തിക്കും ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിലെ മലിനജലം റോട്ടിൽ നിന്ന് ഒഴുകി എത്തുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അതിന് ഒരു മാറ്റം വരണം എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷെ പലരോടും പറഞ്ഞു നോക്കി, ആരും അതിന് ശ്രമിക്കുന്നില്ല. ഇനി ഈ കുളത്തിലെ വെള്ളത്തിനെ ആർക്കും ഉപയോഗിക്കാനും പറ്റുന്നില്ല. ഇതിനു മുന്നേയൊക്കെ ധാരാളം വെള്ളം ഉപയോഗിച്ചിരുന്നതായിരിക്കുന്ന, അല്ലെങ്കിൽ വളരെ ഉപയോഗം ഉണ്ടായിരുന്ന ഒരു കുളമായിരുന്നു മധുരക്കുളം എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ ഈ കുളത്തിൻ്റെ അതല്ല. ഇന്ന് ഈ കുളത്തിൻ്റെ ചുറ്റുപാടിൽ കിടക്കുന്നതായിരിക്കുന്ന പുല്ല് പിടിച്ച ഭൂമിയുണ്ട്. അതിൻ്റെ അരിത്തു നിന്നാണ് ഈ കാണിയമ്പാൽ ഭാഗത്തേക്കുള്ള വെള്ളം, കുടിവെള്ളം കൊണ്ടുപോകുന്ന പൈപ്പ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അത് കുറച്ച് വർഷങ്ങളായി ഇവിടെ വെള്ളം അടിച്ചു കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴത്തെ ഒരു കാഴ്ചയിൽ കാണുന്നത് കുളത്തിന് യാതൊരു വിധത്തിലും ഒരു പരിചരണം ഇല്ലാത്തൊരവസ്ഥയാണ് കാണുന്നത്. ഇനി ഇതിനൊരു മാറ്റം വരണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ആരും അത് ശ്രമിക്കുന്നില്ല. സംഭവ സ്ഥലത്തു നിന്നും നിബിനു വേണ്ടി ബിൻഷ.